കൂട്ടുകാരെ നമുക്ക് എസ് ബിയുടെ റീസണിങ്ങിൻ്റെ പേപ്പറിനകത്ത് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി ഇൻഇക്വാളിറ്റിയാണ് നോക്കുക. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കിടപ്പുണ്ട്. ജെ ഈക്വൽ ടു ക്യൂ ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു വി ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എം. ഫസ്റ്റ് കൺക്ലൂഷൻ ആർ ഗ്രേറ്റർ ദാൻ വൈ. ആർ ഇവിടെയുണ്ട്, വൈ ഇവിടെയുണ്ട്. ആർ ഈക്വൽ ടു വി, ആറും വി ഈക്വൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആറ് എഴുതാം. ഇനി ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു വൈ, അപ്പോൾ ബിയുടെ അവിടെ വൈ എഴുതാം. ഇപ്പോൾ ആറ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് ഒന്നില്ലേ, ആറ് ഗ്രേറ്റർ ദാൻ വൈ എന്നല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓക്കെ. ഇനി അടുത്ത് നോക്കുക. ജെ ലെസ് ദാൻ ബി, ജെ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്. ജെ ഈക്വൽ ടു ക്യൂ, അപ്പോൾ ക്യൂവിൻ്റെ അവിടെ ജെ എഴുതാം. ഗ്രേറ്റർ ദാൻ ആറ്, ആർ ഈക്വൽ ടു വി, വി ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ ആറും വി ഈക്വലാണ്. അപ്പോൾ ആറിന് വരെ നമുക്ക് വി എഴുതാം, വി ഗ്രേറ്റർ ദാൻ ബി. നോക്കി, ജെ ബിനേക്കാളും വലുതാ, അപ്പോൾ ജെ ബിനേക്കാളും വലുതായിരിക്കും. ചോദിച്ചിരിക്കുന്നത് ജെ ലെസ് ദാൻ ബി എന്നാണ്. അപ്പോൾ അത് തെറ്റല്ലേ, ജെ ബിനേക്കാളും വലുതാണ്. അപ്പോൾ തെറ്റ. ആദ്യത്തെ മാത്രമേ ശരിയുള്ളൂ. രണ്ടാമത്തെ നോക്കുക. ഇസഡ് ലെസ് ദാൻ ഈക്വൽ ടു ഐ. ഈ ലെസ് ദാൻ ഈക്വൽ ടു 1 എങ്കിൽ എല്ലായിടത്തും ലെസ് ദാൻ ഈക്വൽ ടു ആണോ. നോക്കി, ഇസഡ് ഐ വാ, ഇസഡ് ഇവിടെ, ഐ ഇവിടെ. ഇസഡ് ഈക്വൽ ടു പി, അത് കുഴപ്പമില്ല. പിന്നെ ലെസ് ദാൻ ജി, പിന്നെ ലെസ് ദാൻ ഈക്വൽ ടു എക്സ്, പിന്നെ ലെസ് ദാൻ ഐ. എല്ലായിടത്തും ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ട്രൂ ആവത്തുള്ളൂ. ഇത് പറ്റത്തില്ല. അടുത്ത് നോക്കുക. ഒ ഗ്രേറ്റർ ദാൻ ജി, ഒ ഗ്രേറ്റർ ദാൻ ജി. ഒ ഇവിടെയുണ്ട്, ജി ഇവിടെയുണ്ട്. ഒ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇസഡ് ഈക്വൽ ടു പി, പി ലെസ് ദാൻ ജി. ഇത് ഞാൻ ഇങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇസഡിനേക്കാൾ വലുതാണോ, എന്തോരം വലുതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇസഡ് ഈക്വൽ ടു പി, ഇസഡും പി ഈക്വലാണ്. പി ലെസ് ദാൻ ജി, ജിനേക്കാളും ചെറുതാണ് പി. അപ്പോൾ ജി പിയുടെ മുകളിൽ. അപ്പോൾ നോക്കി, ഇത് രണ്ട് ഈക്വലാണ്. ഇതിലും വലുതാണോ, ഇതിലും വലുതാണ് ജി. ഇനി ഒയും ജിയും കമ്പയർ ചെയ്താൽ ഏതാ വലുതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് വലുതാണോ ചെറുതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടും പറ്റത്തില്ല. അടുത്ത് നോക്കുക. ഇ ഗ്രേറ്റർ ദാൻ ബി, ഇ എവിടെ, ഇ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്. ഇ ഈക്വൽ ടു പി, പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി, ഡി ഈക്വൽ ടു ബി. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഡിക്ക് വരും ബി എഴുതാം. ഇനി ഇയും ബി ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഇ എഴുതാം. അപ്പോൾ നോക്കി, ഇ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി എന്ന് വന്നില്ലേ. ചോദിച്ചേക്കുന്നത് ഇ ഗ്രേറ്റർ ദാൻ ബി ആണെന്നാ. ചിലപ്പോൾ ഇ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതാ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ബി ഈക്വൽ ടു ഇ, ബി ഈക്വൽ ടു ഇ ചിലപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനകത്തും ഏത് വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ രണ്ടും കിടപ്പുണ്ട്, കണ്ടോ. ഗ്രേറ്ററും ഉണ്ട്, ഈക്വലും ഉണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ ഒരു സമയം സംഭവിക്കത്തുള്ളൂ. ശരിയല്ലേ. അപ്പോൾ നമ്മളിവിടെ എയ്തർ 1 or 2 എന്ന് എഴുതും. ഏതെങ്കിലും ഒരെണ്ണേ ഒരു സമയത്ത് ശരിയാവത്തുള്ളൂ, രണ്ടും ഒരുമിച്ച് ശരിയാവത്തില്ല. മനസ്സിലായോ. അപ്പോൾ എയ്തർ 1 or 2 എന്ന് വേണം നമ്മൾ ഈ 85-ന് ആൻസർ കുത്താൻ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കുക. ഒ ഗ്രേറ്റർ ദാൻ ജി, ഒ ഗ്രേറ്റർ ദാൻ ജി. ഒ ഇവിടെയുണ്ട്, ജി ഇവിടെയുണ്ട്. ഒ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇസഡ് ഈക്വൽ ടു പി, പി ലെസ് ദാൻ ജി. ഇത് ഞാൻ ഇങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒ ഗ്രേറ്റർ ദാൻ ഇസഡ്, ഇസഡിനേക്കാൾ വലുതാണോ, എന്തോരം വലുതാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇസഡ് ഈക്വൽ ടു പി, ഇസഡും പി ഈക്വലാണ്. പി ലെസ് ദാൻ ജി, ജിനേക്കാളും ചെറുതാണ് പി. അപ്പോൾ ജി പിയുടെ മുകളിൽ. അപ്പോൾ നോക്കി, ഇത് രണ്ട് ഈക്വലാണ്. ഇതിലും വലുതാണോ, ഇതിലും വലുതാണ് ജി. ഇനി ഒയും ജിയും കമ്പയർ ചെയ്താൽ ഏതാ വലുതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് വലുതാണോ ചെറുതാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടും പറ്റത്തില്ല. അടുത്ത് നോക്കുക. ഇ ഗ്രേറ്റർ ദാൻ ബി, ഇ എവിടെ, ഇ ഇവിടെയുണ്ട്, ബി ഇവിടെയുണ്ട്. ഇ ഈക്വൽ ടു പി, പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡി, ഡി ഈക്വൽ ടു ബി. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഡിക്ക് വരും ബി എഴുതാം. ഇനി ഇയും ബി ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഇ എഴുതാം. അപ്പോൾ നോക്കി, ഇ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി എന്ന് വന്നില്ലേ. ചോദിച്ചേക്കുന്നത് ഇ ഗ്രേറ്റർ ദാൻ ബി ആണെന്നാ. ചിലപ്പോൾ ഇ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതാ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ബി ഈക്വൽ ടു ഇ, ബി ഈക്വൽ ടു ഇ ചിലപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനകത്തും ഏത് വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ രണ്ടും കിടപ്പുണ്ട്, കണ്ടോ. ഗ്രേറ്ററും ഉണ്ട്, ഈക്വലും ഉണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ ഒരു സമയം സംഭവിക്കത്തുള്ളൂ. ശരിയല്ലേ. അപ്പോൾ നമ്മളിവിടെ എയ്തർ 1 or 2 എന്ന് എഴുതും. ഏതെങ്കിലും ഒരെണ്ണേ ഒരു സമയത്ത് ശരിയാവത്തുള്ളൂ, രണ്ടും ഒരുമിച്ച് ശരിയാവത്തില്ല. മനസ്സിലായോ. അപ്പോൾ എയ്തർ 1 or 2 എന്ന് വേണം നമ്മൾ ഈ 85-ന് ആൻസർ കുത്താൻ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഡയറക്ഷനാണ് നോക്കുക. ഡയറക്ഷനെ ക്വസ്റ്റ്യൻ എപ്പോഴും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് വരച്ചിട്ടേക്ക് നമ്മുടെ തെറ്റായിരിക്കാൻ സഹായിക്കും. നോക്കുക. പി ഈസ് 8 meter വെസ്റ്റ് ഓഫ് ജി, ജിയുടെ 8 meter വെസ്റ്റിലാണ് പി ഇരിക്കുന്നത്. അപ്പോൾ ജി പി ഇവിടെയാണെങ്കിൽ
8 മീറ്റർ വെസ്റ്റിൽ പി ഇരിക്കുന്നു. ജി 60 മീറ്റർ ഈസ്റ്റ് ഓഫ് ടി. ടിയുടെ 60 മീറ്റർ ഈസ്റ്റിലാണ് ജി ഇരിക്കുന്നത്. അപ്പോൾ ടിയുടെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ 16 മീറ്റർ ഉണ്ട്. ഇത് 8 ആണെങ്കിൽ ഒരു 8 കൂടെ ഇവിടെ എടുക്കുക. ഇവിടെ ടിയുടെ 16 മീറ്റർ ഈസ്റ്റിലാണ് ജി കിടക്കുന്നത്. പോയിന്റ് എച്ച് ഇസ് ഈസ്റ്റ് ഓഫ് ഇ. ഇയുടെ ഈസ്റ്റിലാണ് എച്ച് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയുടെ ഈസ്റ്റിൽ എച്ച് കിടക്കുന്നു. ഈസ് 5 മീറ്റർ നോർത്ത് വെസ്റ്റ് ഓഫ് എൽ. എല്ലിന് 5 മീറ്റർ നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇവിടെ 5 മീറ്റർ, ഇവിടെ എൽ. പോയിന്റ് എ ഈസ് 12 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് എഫ്. എഫിന് 12 മീറ്റർ സൗത്തിലാണ് എ കിടക്കുന്നത്. എഫ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എഫിന് 12 മീറ്റർ സൗത്തിലാണ് എ കിടക്കുന്നത്. അതിന് പി ഈസ് മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദം. ഇവരുടെ മിഡ് പോയിന്റിലാണ് പി കിടക്കുന്നത്. ഒരു പി ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പി എഫിൻ്റെ എയുടെയും വരയുടെ മിഡ് പോയിന്റിലാണ് പി കിടക്കുന്നത്. അപ്പോൾ മുകളിലും താഴെ 6 ആയിരിക്കും. അപ്പോൾ മുകളിലേക്കും താഴത്തേക്കും 6 മാർക്ക് ചെയ്യുക. ഇവിടെ എഫ്, ഇവിടെ നമ്മുടെ എ. പോയിന്റ് എൽ ഇസ് 8 മീറ്റർ സൗത്ത് ഓഫ് എസ്. എസിൻ്റെ 8 മീറ്റർ സൗത്തിലാണ് എല്ല് കിടക്കുന്നത്. അപ്പോൾ എല്ല് ഇവിടെ എസ്സിന് 8 മീറ്റർ സൗത്തിലാണ് എല്ല് കിടക്കുന്നത്. ഇത് 5 മീറ്ററാണ്, ഇത് 8 മീറ്റർ. പോയിന്റ് എച്ച് ഇസ് മിഡ് പോയിന്റ് ബിറ്റ്വീൻ എൽ ആൻഡ് എസ്. എല്ലിൻ്റെ എസിൻ്റെ മിഡ് പോയിന്റിലാണ് എച്ച് കിടക്കുന്നത്. നോക്കി, എസ് എൽ ഇവരുടെ മിഡ് പോയിന്റിലാണ് എച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് 4, ഇത് 4. ടി ഈസ് 14 മീറ്റർ സൗത്ത് ഓഫ് ഇ. ഇയുടെ 14 മീറ്റർ സൗത്തിലാണ് ടി കിടക്കുന്നത്. ഇയുടെ 14 മീറ്റർ സൗത്തിൽ ടി കിടക്കുന്നു. അതായത് നമ്മുടെ ഈ കിടക്കുന്ന ടിയുടെ കാര്യം ഒരു പറഞ്ഞേക്കുന്നത്. ടി ഇയുടെ 14 മീറ്റർ സൗത്തിൽ. അപ്പോൾ ടിയുടെ മുകളിൽ ഒരു 14 മീറ്റർ നോർത്തിലാണ് ഇ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ 6. ഇനി 14 വന്നെങ്കിൽ ഒരു 8 കൂടെ വരണ്ടേ. ഇവിടെ ഇ. ഇനി ഇയുടെ താഴെ ഈ ഡയറക്ഷനിൽ എല്ല് കിടപ്പുണ്ട്. ഇവിടെ മൊത്തം 8. അപ്പോൾ 5 അവിടം വരെ പോകത്തില്ലല്ലോ. തൽക്കാലം നോക്കി ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ 5, ഇവിടെ നമ്മുടെ എല്ല്. എല്ലിന് മേളിൽ എച്ച്, അതിൻ്റെ മേളിൽ എസ്. ഓക്കെ, ഇത് 4, ഇത് 4. ഓക്കെ, ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് പോയിന്റ് ബി ഈസ് വെസ്റ്റ് ഓഫ് പോയിന്റ് എ ആൻഡ് സൗത്ത് ഓഫ് പോയിന്റ് എസ്. എയുടെ വെസ്റ്റിലും എസിൻ്റെ സൗത്തിലാണ് ബി എങ്കിൽ എയുടെ വെസ്റ്റിലും എസിൻ്റെ സൗത്തിലും, എസ് എവിടെയാണ്? ഇവിടെ എയുടെ വെസ്റ്റിൽ. അപ്പോൾ ഏകദേശം ഇവിടെ വരും ബി. വാട്ട്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കി, ഇവിടെ നേരെ താഴെയാണ് ബി. ഈ ഡിസ്റ്റൻസും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഇനി ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കത്തില്ലേ? ഇത് 4, ഇത് 5. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇത് കിടക്കുന്നു. ഇത് 5, ഇത് 4. അപ്പോൾ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. കാരണം 5ൻ്റെ സ്ക്വയർ 25. 25ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ 9. 9 3ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ദൂരം കിട്ടി 3. അപ്പോൾ ഈ ദൂരം 3 ആയിരിക്കും. അതായത് ഇവിടം വരെ 3. അപ്പോൾ ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ എ ടു ബി ഡിസ്റ്റൻസ് 5 മീറ്ററാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ എൽ ഇസ് വിത്ത് റെസ്പെക്ട് ടു എഫ്. എഫ് വെച്ച് നോക്കുമ്പോൾ എൽ എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. എഫ് വെച്ച് നോക്കുമ്പോൾ എൽ എവിടെയാണ്? നോക്കി, ഇവിടം വരെ 6, ഇവിടം വരെ 6. അതിന് മേളിലല്ലേ എല്ല് കിടക്കുന്നത്. അപ്പോൾ എഫിൻ്റെ മേളിൽ ഇങ്ങോട്ടാണ് എല്ല് കിടക്കുന്നത്. എഫിൻ്റെ മേളിൽ ഇങ്ങോട്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഈ ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് അല്ലേ? നോർത്ത് വെസ്റ്റ് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക. നോർത്ത് വെസ്റ്റ് ഇല്ല. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് എച്ച്? ഇക്ക് എച്ചിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇ എവിടെ? ഇ എവിടെ? എച്ച് ഇവിടെ. ആ ഡിസ്റ്റൻസ് 3 അല്ലേ? 3 മീറ്റർ. ഓപ്ഷൻ ബി. അടുത്തത്, ഹൗ മെനി പെയർസ് ഓഫ് ലെറ്റേഴ്സ് ആർ ദർ ഇൻ ദ വേർഡ് സ്പാർക്കിൾ വിച്ച് ഹാസ് as many letters between them as we have in English alphabet series? ഓക്കെ, അതായത് നമ്മുടെ ആൽഫബറ്റ് കിടക്കുന്ന അതേ ഗ്യാപ്പിൽ ഇവിടെ എത്ര പേര് ലെറ്റർ കിടപ്പുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, ഓരോന്നും എടുക്കുക, പുറകോട്ടും ഫ്രണ്ടിട്ടും ആൽഫബറ്റിലുള്ള പോലെ പറഞ്ഞു പോവുക. STUVWXY ആരുമില്ല, ഇപ്പറേ ആരുമില്ല. ഇനി PQ ആരുമില്ല, PQR ഒരെണ്ണമുണ്ട്, PQRSTU ആരുമില്ല. ഇനി ABC ഇവിടെ ആരുമില്ല, ABCDE ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി RSTU ആരുമില്ല, KLMNO
കെ എൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി എൽ എം എൻ ഒ പി, എൽ എം എൻ ഒ പി. ഓക്കെ. ഇനി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ആരുമില്ല. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട്. ഓപ്ഷൻസ് നോക്കി മോർ ദാൻ 3. ഇതാണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്കൻഡ് ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഓഫ് മീനിങ്ഫുൾ വേർഡ് ഫോംഡ് ബൈ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ലെറ്റർ ഓഫ് ദ വേർഡ് ഡ്രോവർ. ഓക്കെ, അതായത് ഈ ഡ്രോവർ എന്നുള്ള ഇതിനകത്ത് നിന്ന് ആദ്യത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെയും ലെറ്റർ എടുക്കിട്ട് വേർഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചേക്കും. അപ്പോൾ വേർഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലെറ്റർ ഏതെന്ന് ചോദിച്ചേക്കും. മോർ ദാൻ 1 വേർഡ് ഇസ് ഫോംഡ്, മാർക്ക് എക്സ് ആസ് യുവർ ആൻസർ. അതിനകത്ത് ഒന്നിൽ കൂടുതൽ വേർഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എക്സ് എന്ന് മാർക്ക് ചെയ്യാം. നോ സച്ച് വേർഡ് ഇസ് ഫോംഡ്, വൈ എസ് യുവർ ആൻസർ. ഒരു വേർഡ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ വൈ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റൻ ഉണ്ടല്ലോ, നമ്മൾ ഏത് എക്സാമിന് പോയാലും ഈ ക്വസ്റ്റൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നോക്കുക, 1 3 5 6, 1 3 4 5 6. അപ്പോൾ ഡി എ ഇ ആർ, ഡിയും എയും ഇ ആറും വെച്ചിട്ട് എത്ര വേർഡ് ഉണ്ടാക്കാൻ പറ്റും നോക്കുക. നോക്കി, ഡി ഇതുകൊണ്ട് ഡിയർ ഉണ്ടാക്കാൻ പറ്റും, ഡി ഇ എ ആർ. അതുപോലെ ഡെയർ ഉണ്ടാക്കാൻ പറ്റും, ഡെയർ. പിന്നെ റീഡ് ഉണ്ടാക്കാൻ പറ്റും, ആർ ഇ ഡി. ഇനി വേറെ ഉണ്ടോ? ഇല്ല. എല്ലാം ഒരു തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ. മൊത്തം 3 വേർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഒന്നേക്കുള്ള ഉണ്ടാക്കാമെങ്കിൽ എക്സ് എന്നല്ലേ മാർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, പസിലാണ്. സെർട്ടൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് ദ നോർത്ത്. ഓക്കെ, എത്രയാണ്ടോ ആൾക്കാർ നോർത്തിലേക്ക് നോക്കി ഒരു വരയിലിരിപ്പുണ്ട്. ഓക്കെ, there is one person between n and m and one of them sits at the extreme end of the row. ഓക്കെ, നമുക്ക് ഹിൻഡുകൾ എഴുതി പോകാം. 1 person between n and m, എന്നിനും എമ്മിനും ഇടയ്ക്ക് ഒരാളുണ്ട്, എന്നിനും എമ്മിനും ഇടയ്ക്ക് ഒരാളുണ്ട്. and one of them sit at the extreme end of the row. ഇന്നത്തെ ഏതോ ഒരാൾ എൻഡിലുണ്ട്. അപ്പം വൺ ഓഫ് അറ്റ് എൻഡ്, ഇന്നത്തെ ഏതോ ഒരാൾ ഒരറ്റത്ത് ഇരിപ്പുണ്ട്. there are 3 person between n and c. എന്നിന് സിക്ക് ഇടയ്ക്ക് 3 പേര്, n സി ഇവരുടെ ഇടയ്ക്ക് 3 പേര്. എൽ സിറ്റ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി, സിയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് എൽ ഇരിക്കുന്നത്. there are 6 persons between സി ആൻഡ് ബി, സിക്കും ബിക്കും ഇടയ്ക്കും 6 പേരുണ്ട്. സി ബി ഇവരുടെ ഇടയ്ക്ക് 6 പേരുണ്ട്, സിക്കും ബിക്കും ഇടയ്ക്ക്. ബി തേർഡ് ഫ്രം വൺ ഓഫ് ദ എൻഡ്, ബി ഒരു എൻഡിൽ നിന്ന് തേർഡാണ്, ബി തേർഡ് ഫ്രം ഒരു എൻഡ്. ബി സിറ്റ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ആർ, ആറിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ബി ഇരിക്കുന്നത്. ആർ ഹു ഡസ് നോട്ട് സിറ്റ് അറ്റ് എക്സ്ട്രീം എൻഡ്, ആറ് ഒരു എൻഡിലും വരത്തില്ല. there are 4 persons between O and N, ഓയ്ക്കും എന്നിടയ്ക്ക് 4 പേരുണ്ട്, ഓയ്ക്കും എന്നിടയ്ക്ക് 4 പേര്. അപ്പം എൻ ഇവിടെ, എന്നിനും ഓയ്ക്കും ഇടയ്ക്ക് 4 പേര്. മോർ ദാൻ 3 persons between എം ആൻഡ് ഒ, എമ്മിനും ഓയ്ക്കും ഇടയ്ക്ക് മോർ ദാൻ 3. അപ്പോൾ എമ്മിനും ഓയ്ക്കും ഇടയ്ക്ക് മോർ ദാൻ 3. അപ്പോൾ 4 5 6 7 അങ്ങനെ എത്ര വേണമെങ്കിലും വരാം. there are 2 persons between കെ ആൻഡ് ആർ, കെയ്ക്കും ആറിനും ഇടയ്ക്ക് 2 പേരുണ്ട്, കെയ്ക്കും ആറിനും ഇടയ്ക്ക് 2 പേര്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കെ എഴുതിയായിരുന്നോ? ഇല്ല. അപ്പോൾ ആറുണ്ട്, കെയ്ക്കും ആറിനും ഇടയ്ക്ക് 2 പേര്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാം തമ്മിൽ കണക്റ്റഡാണ്. എമ്മിനും എന്നിടയ്ക്ക് ഒരാൾ, ഇതിനകത്ത് ഏതോ ഒരാൾ ഒരറ്റത്ത് ഇരിക്കുന്നത്. എന്നിനും സിക്ക് ഇടയ്ക്ക് 3 പേര്, സിയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ എൽ ഇരിക്കുന്നു, സിക്കും ബിക്കും ഇടയ്ക്ക് 6 പേര്. ബി ഏതോ ഒരു എൻഡിൽ നിന്ന് തേർഡ്, പിന്നെ ബി ആറിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ബി ഇരിക്കുന്നത്, 6 എൻഡിലും വരത്തില്ല, ആറിന് കെ ഇടയ്ക്ക് 2 പേരുണ്ട്. പിന്നെ എന്നിനും എമ്മിനും ഇടയ്ക്ക്, എന്നിനും ഓക്കെ ഇടയ്ക്ക് 4 പേരുണ്ട്, എമ്മിനും ഓക്കെ ഇടയ്ക്ക് 3 കൂടുതൽ, അതായത് 4 5 6 7 അങ്ങനെ എത്ര പേര് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര പേരുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവർ ഓരോ ആൾക്കാർ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ എം, ഇതിനകത്ത് ആരോ ഒരാൾ ഒരു എൻഡിലിരിപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ എൻ ആവാം, ചിലപ്പോൾ എം ആവാം, ചിലപ്പോൾ ഇവർ ലെഫ്റ്റ് സൈഡിലാവാം, ചിലപ്പോൾ റൈറ്റ് സൈഡിലാവാം. അപ്പോൾ തന്നെ ഒരുപാട് പോസിബിലിറ്റി വന്നില്ലേ. ഇനി വേറെ എന്നുള്ളത് നോക്കി, ബി ഒരു എൻഡിൽ നിന്ന് തേർഡായിട്ടിരിക്കുന്നത്, ബി ഒരു എൻഡിൽ നിന്ന് തേർഡ്. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ 2 പോസിബിലിറ്റികൾ വരുള്ളൂ, ഒന്നുകിൽ റൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന്. പിന്നെ ബാക്കി കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു വര വൃത്തിയായിട്ട് വരച്ചിടാം. ഓക്കെ, നമ്മളിനി ബി എന്നല്ല തുടങ്ങുന്നത്, ബി ഒരു എൻഡിൽ നിന്ന് തേർഡാണെന്ന് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ റൈറ്റിൽ നിന്നാവാം, ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്നാവാം. റൈറ്റിൽ നിന്നാണെന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം. 1 2 മൂന്നാമതായിട്ട് ബി ഇരിക്കുന്നു. ബി
ആറിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ എല്ലാവരും നോർത്തിലേക്ക് നോക്കിയിരിക്കുമെന്ന് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞായിരുന്നേ. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ബി വരണം. അപ്പോൾ 6 ഇവിടെ വരണം, ഇവിടെ വരണം. പക്ഷേ 6ന് ഇവിടെ ഇടാൻ പറ്റത്തില്ല. കാരണം എന്താ, 6 എൻഡിൽ വരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ബി ഇവിടെ വരത്തില്ല. ഇതൊക്കെ നമുക്ക് മാച്ച് കളഞ്ഞേക്കാം. ഇനി നമുക്ക് ബീനെ ഈ സൈഡിലിടാം. ഇവിടെ നിന്ന് തേർഡാണ് ബി കിടക്കുന്നത്. 1 2 3 ഇവിടെ നമ്മുടെ ബി. ഇനി ബി 6ൻ്റെ സെക്കൻഡ് ലെഫ്റ്റിൽ. അപ്പോൾ 6ൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലെങ്കിൽ 6 ഇവിടെ. ഇനി 6 എൻഡിൽ വരരുതെന്ന് പറഞ്ഞേക്കണം. 6 എൻഡിലല്ല, കുഴപ്പമില്ല. ഇനി 6ന് കേക്ക് ഇടയ്ക്ക് 2 പേരുണ്ട്. 6ന് കേക്ക് ഇടയ്ക്ക് 2 പേര്. 6 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് കെ ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ 6 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് കെ ഇവിടെ. ഇനി ബിക്കും സിക്കും ഇടയ്ക്ക് 6 പേര്. അപ്പോൾ 1 2 3 4 5 6 ഇവിടെ നമ്മുടെ സി. ഇനി സിയുടെ സെക്കൻഡ് ലെഫ്റ്റിലെ എല്ല്. ഇവിടെ എല്ല് ഇടണം. അപ്പോൾ കെ ഇവിടെ വരത്തില്ല. അപ്പോൾ എല്ല് ഇവിടെ. അപ്പോൾ കെയുടെ പ്ലേസ് ഇവിടെ ഉറപ്പായി. ഇനി സിക്കും എന്നിനും ഇടയ്ക്ക് 3 പേര്. എൻ അല്ലെങ്കിൽ എം, അതിൽ ആരെങ്കിലും ഒരാൾ എൻഡിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി കഴിഞ്ഞിട്ട് 1 2 3 കഴിഞ്ഞിട്ട് എൻ ഇവിടെയാണെന്ന് വിചാരിക്കുക. എന്നിനും എമ്മിനും ഇടയ്ക്ക് ഒരാൾ, എം ഒന്നെങ്കിലും ഇവിടെ അല്ലെങ്കിൽ എം ഇവിടെ. ഇപ്പോൾ 2 പേരിൽ ആരും എൻഡിലായിട്ടില്ല. അപ്പോൾ മനസ്സിലായി എന്നും ഇവിടെ വരത്തില്ല. അപ്പോൾ സിക്കും എന്നിനും ഇടയ്ക്ക് 3 പേര്. 1 2 3 കഴിഞ്ഞിട്ട് എൻ ഇവിടെ. ഇനി എന്നിനും എമ്മിനും ഇടയ്ക്ക് ഒരാൾ. അപ്പോൾ എൻ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഇനി നോക്കുക. ഇനി എന്നിനും ഓയ്ക്ക് ഇടയ്ക്ക് 4 പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്നാണ് ഈ എൻഡിൽ, എം ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുക, എം ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിന് ഓയ്ക്ക് ഇടയ്ക്ക് 4 പേര്. 1 2 3 4 കഴിഞ്ഞിട്ട് ഓ ഞാൻ ഇവിടെ ഇട്ടു. ഇനി എമ്മിന് ഓയ്ക്ക് ഇടയ്ക്ക് 3 പേര് കൂടുതൽ വേണം. ഇപ്പോൾ എമ്മിന് ഓയ്ക്ക് ഇടയ്ക്ക് എത്ര ഉണ്ട്? 2 പേരിലേ ഉള്ളൂ. അപ്പോൾ എം ഇവിടെ വരത്തില്ല. ഇനി എം ഇവിടെയാണെങ്കിൽ എമ്മിന് ഓയ്ക്ക് ഇടയ്ക്ക് 3 പേര് കൂടുതലുണ്ടല്ലോ. 1 2 3 4 5 6 പേരുണ്ട്. ഓക്കെ, അപ്പോൾ എം ഇവിടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്യാമല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. 8 boxes, that is MNO, PQ, R, S and T are placed one above the another but not necessarily in the same order. ഓക്കെ, 8 ബോക്സ് അടിക്കടിക്ക് വെച്ചിട്ടുണ്ട്. ഓർഡർ അറിയത്തില്ല. 3 boxes are placed between M and T. എമ്മിനും ടിക്കും ഇടയ്ക്ക് 3 ബോക്സ്. എം ഇസ് പ്ലേസ്ഡ് ഏതർ ദ ടോപ്പ് മോസ്റ്റ് ഓർ ബോട്ടം മോസ്റ്റ് പൊസിഷൻ. ഓക്കെ, എം ഒന്നുകിൽ ഏറ്റവും മേളിലോ അല്ലെങ്കിൽ ഏറ്റവും താഴെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 8 ബോക്സിലുള്ളത് 1 2 3 4 5 6 7 8. എം ഒന്നുകിൽ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ ഏറ്റവും താഴെ ആയിരിക്കും. അപ്പോൾ എം ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ എം ഇവിടെ. ഇനി എമ്മിന് ടിക്ക് ഇടയ്ക്ക് 3 ബോക്സ് ഉണ്ട്. ഇപ്പോൾ എം ഇവിടെയാണെങ്കിൽ 1 2 3 കഴിഞ്ഞിട്ട് ടി ഇവിടെ. എം ഇവിടെയാണെങ്കിൽ 1 2 3 കഴിഞ്ഞിട്ട് ടി ഇവിടെ. ബോക്സ് ഒ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് അബോവ് ബോക്സ് എൻ. എന്നിൻ്റെ തൊട്ട് മുകളിലാണ് ഒ വെച്ചിരിക്കുന്നത്. എസ് ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ ടി. ടിയുടെ തൊട്ട് താഴെ എസ്. ദർ ആർ 2 boxes placed between R and S. ആറിനും എസ്സിനും ഇടയ്ക്ക് 2 ബോക്സ്. ഇപ്പോൾ എസ് ഇവിടെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് 6 എടുത്തില്ല. എസ് ഇവിടെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് 6 ഇവിടെ. എസ് ഇവിടെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് 6 പറ്റത്തില്ല. എസ് ഇവിടെയാണെങ്കിൽ 2 കഴിഞ്ഞിട്ട് 6 ഇവിടെ. നോട്ട് മോർ ദാൻ 2 boxes are placed between M and R. എമ്മിനും ആറിനും ഇടയ്ക്ക് നോട്ട് മോർ ദാൻ 2, കൂടിപ്പോയാൽ 2 ബോക്സേ ഉള്ളൂ. എമ്മിനും ആറിനും ഇടയ്ക്ക് കൂടിപ്പോയാൽ 2 ബോക്സേ ഉള്ളൂ. ഇവിടെ നോക്കി, എമ്മിനും ആറിനും ഇടയ്ക്ക് 1 ബോക്സേ ഉള്ളൂ, കുഴപ്പമില്ല. ഇവിടെയോ എമ്മിനും ആറിനും ഇടയ്ക്ക് ഒരുപാട് ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് പറ്റത്തില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി വരത്തില്ല. മോർ ദാൻ 3 boxes are placed between O and B. ഓക്കും പിക്കും ഇടയ്ക്ക് മോർ ദാൻ 3 ഉണ്ട്. അപ്പോൾ ഓക്കും പിക്കും ഇടയ്ക്ക് മോർ ദാൻ 3. അപ്പോൾ 4 5 6 അങ്ങനെ എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇടാനുള്ളത് ഇനി ഓയും പി ഇടാനുണ്ട്, എന്നും ഓ ഇടാനുണ്ട്. എന്നിൻ്റെ തൊട്ട് മേളിലാവും. അപ്പോൾ അടുത്തടുത്തുള്ള 2 ഗ്യാപ്പ് നമുക്ക് വേണം. ഇവിടെ എവിടെയുള്ള അടുത്തടുത്ത 2 ഗ്യാപ്പ്? ഇവിടെയല്ലേ ഉള്ളൂ. അപ്പോൾ ഓ ഇവിടെ, എൻ ഇവിടെ. ഇനി ഓക്കും പിക്കും ഇടയ്ക്ക് മോർ ദാൻ 3. ഓ ഇവിടെയാണെങ്കിൽ മിനിമം 4 വേണ്ടേ? ഓ ഇവിടെ 1 2 3 4 കഴിഞ്ഞിട്ട് പി ഇവിടെ ഇടാം. ഇനി ഒരാളും കൂടി ഇടാനില്ല. അതാരോ MNO PQ RST. MNO PQ ഇട്ടിട്ടില്ല. ക്യൂ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാമല്ലോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. തേർഡ് ഫ്രം ബോട്ടം, ഹൗ മെനി ബോക്സ് ആർ ബിറ്റ്വീൻ O and Q? ഓക്കെ, ഇത് ഓട് കണ്ടുപിടിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം.
എം ക്യു പി ടി ആർ എസ്, എം ക്യു പി ടി ആർ എസ്, എം ക്യു പി ടി ആർ എസ്. ഇനി ക്യു ഒ എൻ ക്യു, ക്യു ഒ എൻ ക്യു. ഓക്കെ, നോക്കി. എം ക്യു ഇവരുടെ 2 പേര്, പി ടി ഇവരുടെ 2 പേര്, ആർ എസ് ഇവരുടെ 2 പേര്. ഇനി ക്യു ഒ ഇവരുടെ 2 പേര്, എൻ ക്യു ഇവിടെ 3 പേരാണ്. അപ്പോൾ എൻ ക്യു ആണ് ഓഡ്. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആയില്ലേ. അപ്പോൾ നമ്മുടെ SBI PO പ്രീയുടെ റീസണിങ്ങിൻ്റെ പേപ്പറിൽ മൊത്തം 35 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ 66 ഇതല്ലേ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.